ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ജോലി വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് എന്തുകൊണ്ടാണ് അധികമായ സന്തോഷം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വിവാദങ്ങളും അന്വേഷണങ്ങളും അത് അതിൻ്റെ വഴിയിൽ നടന്നോട്ടെ, അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം തീർത്ഥാടനം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ്. അതാണ് ഈ പുതിയ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് അഭിപ്രായം ചോദിച്ചപ്പോൾ ജയകുമാർ പറഞ്ഞത്. നല്ല കാര്യങ്ങളാ ഇപ്പൊ ചെയ്യേണ്ടത്. തീർത്ഥാടനം വളരെ നന്നായിട്ട് നടക്കണം. ഈ നവംബർ 13-ാം തീയതി ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധി തീരുക. അടുത്ത തീർത്ഥാടന കാലം ആരംഭിക്കുന്നത് വൃശ്ചിക 1, അതായത് നവംബർ 17-നാണ്. അതിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് 4 ദിവസം മാത്രമാണ് ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡിന് ലഭിക്കാൻ പോകുന്നത്. അതൊക്കെ ഉത്തരവൊക്കെ വന്നതിന് ശേഷം ചിലപ്പം 4 ദിവസം പോലും കിട്ടുകയില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ബോർഡ് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. അപ്പൊ തീർത്ഥാടനം നന്നായിട്ട് നടക്കട്ടെ. ജയകുമാറിന്റെ ആ ഒരു നിലപാടിനോട് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും. പക്ഷെ വിവാദങ്ങളും അന്വേഷണങ്ങളും അതിന്റെ വഴിയിൽ പോകട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാര്, അവർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ വളരെ പവിത്രം എന്ന് കരുതുന്ന ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തണം. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്.